സൂറത്തുൽ ഫത്ഹ് 20-ാമത്തെ ആയത്ത് അല്ലേ? أعوذ بالله من الشيطان الرجيم. وعدكم الله مغانم كثيرة تأخذون اللهم نكرم تأخذونها فعجل لكم هذه وكف أيدي الناس عنكم. يخفى ആണ് നല്ല മണിക്കണം. അൻകും വലിതകൂന ആയത്തൻ ലിൽ മുഅ്മിനീന വയഹ്ദിയകും സിറാത്തം തൻവീന് ശേഷം മീമാണ് ഇദ്ഗാം ബിഗുന്ന. പിന്നെ മുസ്തഖീമ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, മുസ്തഖീമ അല്ല മുസ്തഖീമ, മുസ്തായി പോയത് ശ്രദ്ധിക്കുക, മുസ്തഖീമ. وعدكم الله مغانم كثيرة تأخذونها فعجل لكم هذه وكف أيدي الناس عنكم ولتكون آية. ولتكون آية للمؤمنين ويهديكم صراطا مستقيما. വഅദക്കും അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു, നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നു, മഗാനിമ യുദ്ധാർജിത സ്വത്തുക്കൾ, കസീറത്തൻ ധാരാളം, തഅഖുദൂനഹ നിങ്ങളവ എടുക്കുകയും ചെയ്യുന്നു, ഫഅജ്ജല അവൻ നിങ്ങൾക്ക് വേഗമാക്കി തന്നിരിക്കുന്നു, ധൃതിയിൽ തന്നിരിക്കുന്നു, ലക്കും നിങ്ങൾക്ക്, ഹാദിഹി ഇത്, വകഫ അവൻ തടയുകയും ചെയ്തു, ഐദിയൻ നാസി ജനങ്ങളുടെ കൈകളെ, അൻകും നിങ്ങളിൽ നിന്ന്, വലിതകൂന അതായിത്തീരാൻ വേണ്ടിയും, ആയത്തൻ ഒരു ദൃഷ്ടാന്തമായി, ലിൽ മുഅ്മിനീന സത്യവിശ്വാസികൾക്ക്, വയഹ്ദിയക്കും നിങ്ങൾക്ക് നിങ്ങളെ ചൊവ്വായ മാർഗത്തിൽ ചേർക്കുവാനും നിങ്ങൾക്ക് ഹിദായത്ത് നൽകുവാനും, സിറാത്തൻ മുസ്തഖീമൻ നേരായ ചൊവ്വായ മാർഗം. വഅദക്കുമുല്ലാഹു മഗാനിമ കസീറത്തൻ തഅഖുദൂനഹ പിന്നീട് നിങ്ങൾ പിടിച്ചെടുക്കുന്ന വളരെയധികമുള്ള ഗനീമത്ത് സ്വത്തുക്കളെ, യുദ്ധാർജിത സ്വത്തുക്കളെ അവൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഫഅജ്ജല ലക്കും ഹാദിഹി അങ്ങനെ ഇത് നിങ്ങൾക്കവൻ വേഗമാക്കി തന്നിരിക്കുകയാണ്, പെട്ടെന്ന് തന്നിരിക്കുകയാണ്. വകഫ ഐദിയൻ നാസി അൻകും ജനങ്ങളുടെ കൈകളെ നിങ്ങളിൽ നിന്ന് അവൻ തടുക്കുകയും ചെയ്തിട്ടുണ്ട്. വലിതകൂന ആയത്തൻ ലിൽ മുഅ്മിനീന സത്യവിശ്വാസികൾക്ക് അതൊരു ദൃഷ്ടാന്തമായി തീരുവാനും, വയഹ്ദിയക്കും സിറാത്തൻ മുസ്തഖീമൻ നേരായ ചൊവ്വായ പാതയിൽ
നയിക്കാനും നിങ്ങളെ നയിക്കാൻ വേണ്ടിയും. ഈ ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണല്ലോ പറയുന്നത്. അതുകൊണ്ടുണ്ടായിട്ടുള്ള ഭൗതികവും പാരത്രികവുമായ നേട്ടങ്ങൾ ഓരോന്നോരോന്ന് എണ്ണി പറഞ്ഞു വരികയാണ്. ഭാവിയിലേക്കുള്ളതും ആണ് എന്ന് ചില മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് പറയുന്നത്, വഅദക്കുമുല്ലാഹു മഗാനിമ കസീറ, ധാരാളം യുദ്ധാർജിത സ്വത്തുക്കളെ നിങ്ങൾക്ക് അവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അപ്പോ ഇനി ഇവിടുന്ന് അങ്ങോട്ടുണ്ടാകുന്ന യുദ്ധങ്ങളിൽ, ഇപ്പൊ ഉണ്ടാകുന്ന ഈ ഖൈബർ യുദ്ധം മാത്രമല്ല, ഖൈബർ യുദ്ധമാണ് നമ്മൾ ഇന്നലെ വിശദീകരിച്ചത്. ഖൈബർ യുദ്ധം മാത്രമല്ല, ഇനി ഭാവിയിൽ വരാൻ പോകുന്ന അനേകം യുദ്ധ വിജയങ്ങളും അതുമൂലം കിട്ടുന്ന യുദ്ധാർജിത സ്വത്തുക്കളും അതൊക്കെ അവൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്ന് വരെ ഒന്നിലധികം മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ കിട്ടുന്ന ഈ ഖൈബർ യുദ്ധത്തിലെ ഗനീമത്ത് സ്വത്ത് മാത്രമല്ല, ഇനി അങ്ങോട്ട് വരാനിരിക്കുന്നത് ഒക്കെ ഉണ്ട് എന്ന് ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, ചില മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. ഫഅജ്ജല ലക്കും ഹാദിഹി, ഇപ്പോൾ നിങ്ങൾക്കിത് വേഗമാക്കി തന്നിരിക്കാൻ. അജ്ജല എന്ന് പറഞ്ഞാൽ ധൃതിയിൽ തരിക, കൊടുക്കുക, വേഗത്തിൽ കൊടുക്കുക, വേഗത്തിൽ ചെയ്യുക എന്നൊക്കെ അജ്ജലക്ക് അർത്ഥം പറയാം. അതായത് ഇപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് ഹാദിഹി എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതെന്താണ്? ഗനീമത്ത് സ്വത്തായ ഖൈബറിൽ നിന്ന് കിട്ടിയ അളവറ്റ ധനം, ആ അളവറ്റ ധനം ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി തന്നെ ഖുർആൻ പറയാണ്. ഖൈബറിൽ നിന്ന് കിട്ടിയ സ്വത്തുക്കൾ വളരെ വിശദമായിട്ട് അതിന്റെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. 36 ഓഹരി ആയിട്ട് വെച്ചു. എന്നിട്ട് ഓരോ ഓഹരിയും 100 വീതം, പിന്നെ അത് 3000. അതിന്റെ കൃത്യമായ കണക്കുകളൊക്കെ പറയുന്നുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിന്റെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ആ റഹീഖുൽ മഖ്തൂം എന്ന ഗ്രന്ഥമാണ്. ലോകാടിസ്ഥാനത്തിൽ ഒരു മത്സരം നടത്തുകയും, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വിശദീകരിക്കുന്ന ഗ്രന്ഥരചന നടത്താൻ റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമി 976 ഒരു ലോക അടിസ്ഥാനത്തിലൊരു മത്സരം നടത്തി. ആ മത്സരത്തിൽ 1ാം സമ്മാനം കിട്ടിയ ഗ്രന്ഥമാണിത്. ഇന്ത്യക്കാരൻ്റെ 100 ചില്ലാനത്തോളം ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ട് 1ാം സ്ഥാനം, 5 സമ്മാനങ്ങളാണ് കൊടുത്തത്. അതിൽ 1ാം സമ്മാനം സഫീർ റഹ്മാനുൽ മുബാറക് പൂരി എന്ന ബനാറസിലെ, അയാൾ മദീനത്ത് പഠിച്ചു തന്നെയാണ്, ബനാറസിലെ ജാമിയ സലഫിയിൽ അധ്യാപകനായിരുന്ന സഫീർ റഹ്മാൻ ബാറക്പൂരിയുടെ ഗ്രന്ഥമാണിത്. അതിൽ നിന്ന് ഞാൻ ഇന്നലെ വായിച്ചതും ഇതിൽ നിന്ന് തന്നെയാണ്, എൻ്റെ ചുരുക്കം പറഞ്ഞതും ഇതിൽ നോക്കി തന്നെയാണ്. അപ്പൊ അത് വളരെ വിശദമായിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അവരാവശ്യപ്പെട്ടതും സൂചിപ്പിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ മദീനത്ത് നിന്ന് വന്നിട്ട് ഇവിടെ ഈ തോട്ടങ്ങളൊന്നും നോക്കി നടത്താനോ കൃഷി നടത്താനോ നിങ്ങളെ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് ഇത് നടത്താനുള്ള അനുവാദം ഞങ്ങൾക്ക് തരണം എന്നവർ ആവശ്യപ്പെട്ടു എന്നും, അങ്ങനെ കിട്ടുന്ന മുതലിന്റെ, കൃഷിയുടെ വിഭവത്തിന്റെ പകുതി നിങ്ങൾക്ക് തരാം, കിട്ടുന്നതിന്റെ നേർപകുതി നിങ്ങൾക്ക് തരാം, അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ നമ്മളൊരു കരാറിൽ ഏർപ്പെടാം എന്നൊക്കെ അവര് ആവശ്യപ്പെട്ടു എന്നൊക്കെ ഇതിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്. അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹുവിനെ ഇതിന്റെ മേൽനോട്ടത്തിന് നിശ്ചയിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഓരോരുത്തർക്കും 1400 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ കുറച്ചാള് കൊല്ലപ്പെട്ടു ഇന്നലെ പറഞ്ഞല്ലോ, എണ്ണൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു. അതിനുശേഷം പിന്നെ വന്ന 2 ഹദീസുകൾ അത് ശ്രദ്ധയിൽപ്പെടുത്താം. കാരണം ഈ ഗനീമത്ത് സ്വത്ത് കൊണ്ട് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ എത്രത്തോളം മുസ്ലിമീങ്ങളുടെ അവസ്ഥ നന്നായി എന്നതിന് ഇദ്ദേഹം ഉദ്ധരിക്കുന്ന
ഒരു ഹദീസ്, 1-2 ഹദീസുകൾ സൂചിപ്പിക്കാം. പിന്നെ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇബ്നു ഉമർ, അബ്ദുല്ലാഹി ഇബ്നു ഉമറിൽ നിന്ന് ഉദ്ധരിക്കുന്നു. പിന്നെ ഖൈബർ വിജയിക്കുന്നത് വരെ ഞങ്ങൾ വയറ് നിറച്ചിരുന്നില്ല എന്നാണ്. ഖൈബർ കിട്ടിയതോടുകൂടി വയറ് നിറച്ചു എന്ന് പറഞ്ഞു. അതുപോലെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഇനി നമുക്ക് വയറ് നിറച്ച് തമ്ര കൊണ്ട്, ഈത്തപ്പഴം കൊണ്ട് തിന്നാം എന്ന് ആയിഷ ബീവി പറഞ്ഞ ഒരു റിപ്പോർട്ടും ഉദ്ധരിക്കുന്നുണ്ട്. അതോടുകൂടി തന്നെ മറ്റൊരു കാര്യം, ഞങ്ങൾ എല്ലാവരും മദീനയിലേക്ക് മടങ്ങി വന്നതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഖൈബർ യുദ്ധം കഴിഞ്ഞ് മദീനയിലേക്ക് മടങ്ങി വന്നതിന് ശേഷം റദ്ദൽ മുഹാജിറൂന ഇലൽ അൻസാരി മനാഹിയഹും അല്ലദി കാനു മനഹൂഹും ഇയാഹ മിനൻ നഖീലി ഹീന സാറ ലഹും ബിഖൈബർ ബിമാലിൻ ബനഖീൽ. അതായത് മക്കയിൽ നിന്ന് മുഹാജിറുകൾ മദീനത്ത് വന്നപ്പോൾ ഓരോ അൻസാരിക്കും ഓരോ മുഹാജിറിന്റെ സഹോദരനാക്കി നിശ്ചയിച്ചു കൊടുക്കേണ്ടായത്, അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശരിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മുഹാജിറിന് ഒരു അൻസാരി, അങ്ങനെ ഓരോരുത്തർക്കും അള്ളാഹിന്റെ റസൂലിനെ നിശ്ചയിച്ചു കൊടുക്കാൻ ചെയ്തു. എന്നിട്ട് ഓരോരുത്തരും ഒരാളെ നോക്കുക. ആ കൂട്ടത്തിലാണല്ലോ പറഞ്ഞ ഏറ്റവും വലിയ ചരിത്രത്തിൽ തന്നെ ഇല്ലാത്ത സംഭവം ഉണ്ടായത്. എനിക്ക് 2 വീടുണ്ട്, അതിലൊരു വീട് നിങ്ങൾക്ക് എടുക്കാം. എനിക്ക് 2 ഭാര്യ ഉണ്ട്, അതിൽ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാര്യയെ ഞാൻ തലാഖ് ചെല്ലാം, എന്നിട്ട് നിങ്ങൾ ആ യുദ്ധം കഴിഞ്ഞിട്ട് നിങ്ങൾ വിവാഹം കഴിച്ചുകൊള്ളൂ എന്നൊക്കെ പറഞ്ഞ അത്ഭുതകരമായ സംഭവങ്ങളൊക്കെ നടന്ന ഇതുകൂടെ നമ്മൾ ഓർക്കുക. അപ്പോൾ ഇവരുടെ സാമ്പത്തികവും അല്ലാത്തതുമായ സഹായങ്ങൾ കൊണ്ടാണ് മുഹാജിറുകൾ ജീവിച്ചിരുന്നത്, അൻസാറുകൾ കൊടുത്തതിൻ്റെ. ആ കൊടുത്ത ധനങ്ങളൊക്കെ തിരിച്ചു കൊടുത്തു എന്നാ പറയുന്നത്. അങ്ങനെ കിട്ടിയ സാമ്പത്തികമായ എല്ലാ സഹായങ്ങളും തിരിച്ച് റദ്ദൽ മുഹാജിറൂന ഇലൽ അൻസാരി മനായിഹ, എല്ലാം തിരിച്ചു കൊടുത്തു. അതിനു മാത്രം ഖൈബറിൽ നിന്ന് അവർക്ക് സ്വത്തുക്കൾ ലഭിച്ചു എന്ന് പറയുന്നു. അപ്പൊ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. മറ്റൊരു സംഭവം, മറക്കാൻ പാടില്ലാത്തൊരു സംഭവം, ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഹബിഷയിലേക്ക് ഹിജറ പോയവരുടെ നേതാവായിരുന്നു, അബ്സീനിയയിലേക്ക്. എപ്പോ? മക്കത്തുനിന്ന് പോയി പിന്നെ വർഷങ്ങൾ കഴിഞ്ഞു. സഹാബികളും നബിയൊക്കെ ഹിജറ ചെയ്ത് മദീനത്ത് വന്നു. മദീനത്ത് വന്നതിന് ശേഷം നബി വിവരം കൊടുത്തിട്ടൊന്നുമില്ല. വരുന്നത് ഖൈബർ യുദ്ധം കഴിയുന്നതോടു കൂടിയാണ് ജാഫർ ബിൻ അബി താലിബും കുടുംബവും. അലി റളിയല്ലാഹുവിന്റെ ജ്യേഷ്ഠനാണ്, ഭാര്യ മക്കളൊക്കെ ഉണ്ട്. അവിടുന്ന് മക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ചരിത്രത്തിൽ മനസ്സിലാകുന്നത്, ഏത് അബ്സിനിയയിൽ നിന്ന്. അങ്ങനെ അവരെല്ലാവരും തിരിച്ചു വന്ന് മദീനത്തെത്തി. ആ മദീനത്തെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വാചകം പ്രസിദ്ധമാണ്. ജാഫർ ബിൻ അബി താലിബിനെയും കുടുംബത്തെയും കണ്ടപ്പോൾ, സ്വന്തം പിതൃവ്യനും അതുപോലെ മക്കളെയും കാണേണ്ട സന്തോഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെ കൂടുതലായിരിക്കുമല്ലോ. അപ്പോ തിരുമേനി പറഞ്ഞു, വല്ലാഹി മാ അദ്രി ബി അയ്യിഹിമാ അഫ്റഹ് ബി ഫത്ഹി ഖൈബർ അം ബി ഖുതൂമി ജാഫർ. അല്ലാഹു ആണ് സത്യം, എന്ത് വിഷയത്തിൽ ഏതിലാണ് ഞാൻ കൂടുതൽ സന്തോഷിക്കേണ്ടത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഖൈബർ യുദ്ധത്തിലെ വിജയം കൊണ്ടാണോ അതല്ല ജാഫർ തിരിച്ചു വന്നത് കൊണ്ടാണോ, ഏതിലാണ് എനിക്ക് കൂടുതൽ സംശയം എനിക്ക് പറയാൻ വയ്യ. എന്നുവെച്ചാൽ രണ്ടിലും വളരെയധികം സന്തോഷമുണ്ടായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇത് അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. സാദുൽ മആദിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാനത് പ്രത്യേകം ഉദ്ധരിക്കാൻ കാരണം, ഇസ്ലാമിക ഭരണമില്ലെങ്കിൽ, നല്ലോണം മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇസ്ലാമിക ഭരണമില്ലെങ്കിൽ മതം പൂർണ്ണമല്ല എന്ന് വാദിക്കുന്ന വലിയൊരു സമൂഹം ലോകത്തും നമ്മുടെ നാട്ടിലും ഒക്കെ ഉണ്ട്. ഇസ്ലാമിക ഭരണം ഉണ്ടെങ്കിലേ ദീൻ പൂർണ്ണമാവുകയുള്ളൂ. അതുകൊണ്ട് ഇസ്ലാമിക ഭരണത്തിന് വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ദീൻ പൂർണ്ണമല്ല എന്ന് വാദിക്കുന്ന വലിയൊരു സമൂഹമുണ്ട്, ഇപ്പോഴും ഉണ്ട്. ധാരാളം പുസ്തകങ്ങൾ മലയാളത്തിലും അതുപോലെ മറ്റു ഭാഷകളിലും ഒക്കെ ഉണ്ട്, ലോകാടിസ്ഥാനത്തിലുമുണ്ട്. ഇഖ്വാനിസം എന്ന് മൊത്തത്തിൽ അതിനെ സംബന്ധിച്ച് പറയാം. അപ്പോ
അബിശീനിയയിൽ ക്രിസ്ത്യൻ ഗവൺമെന്റ് ആയിരുന്നു. ക്രിസ്ത്യാനികളുടെ ഗവൺമെന്റ്, ക്രിസ്ത്യൻ ഭരണം നിലനിൽക്കുന്ന സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവരെ അബിഷയിലേക്ക്, ഹബ്ഷ എന്നാണ് അറബിയിൽ പറയുക, നമ്മൾ മലയാളത്തിൽ അബിസീനിയ എന്ന് പറയും, ഇന്നത്തെ എത്യോപ്യ, അവിടേക്ക് പോകാൻ അനുവാദം കൊടുത്തത്. 80-ൽ ചില്ലാനം സഹാബികൾ പോയിരുന്നു. അതിൽ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 2 തവണയായിട്ടാണ് പോക്ക് നടന്നത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിൽക്കാലത്ത് മദീനയിലേക്ക് ഹിജറ വന്നു. അവിടെ നബിയുടെ കീഴിലായല്ലോ കാര്യങ്ങളൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിൽ ശരിക്കുള്ള ഒരു ഇസ്ലാമിക സമൂഹം അവിടെ പടുത്തു വന്നു. അപ്പൊ അങ്ങനെ വന്ന സ്ഥിതിക്ക് ഇസ്ലാമിക ഭരണം വന്ന സ്ഥിതിക്ക് ഇവരുടെ ദീൻ പൂർണ്ണമല്ലെങ്കിൽ നബി എന്താ ചെയ്യേണ്ടത്? നമ്മളിവിടെ നമ്മളുടെ ഭരണത്തിനും ഇസ്ലാമിക നിയമം അനുസരിച്ച് ഭരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരി എന്ന് ആവശ്യപ്പെടണം. പക്ഷെ നബി ആവശ്യപ്പെട്ടിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. സ്വന്തം പിതൃവ്യപുത്രനെ പോലും അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ ദീനനുസരിച്ച് ജീവിക്കുന്നതിന് ഒരു കുഴപ്പമില്ല എന്നതിന് ഇസ്ലാമിക പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്ന വലിയൊരു തെളിവാണ്. ദീനിനൊരു കുഴപ്പമില്ല, അതായത് ദീന് 5 ഇസ്ലാം കാര്യം, 6 ഈമാൻ കാര്യം, ഇതൊക്കെ അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഏത് ഭരണത്തിലായിരുന്നാലും ഉണ്ടായാലും അവിടെ ദീനിന് ഒരു കുഴപ്പവുമില്ല. പിന്നെ പൂർണ്ണമായ ഭരണം വരുന്ന സ്ഥലത്ത് അതിൻ്റെതായ മെച്ചങ്ങൾ ഉണ്ടാകും, യാതൊരു സംശയമില്ല. പക്ഷെ ദീനിന് യാതൊരു കുഴപ്പവുമില്ല. ഹിജറ 6-ാം വർഷത്തിന് ശേഷമാണിത്. 7 തുടങ്ങി നമ്മൾ പറഞ്ഞല്ലോ, സമയമൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഹിജറ കഴിഞ്ഞ് 6 കൊല്ലം കഴിഞ്ഞ് 7-ാം വർഷമാണ് ജാഫർ ബിൻ അബി താലിബും കുടുംബവും ക്രിസ്ത്യൻ ഭരണകൂടത്തിന്റെ കീഴിൽ ജീവിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് മദീനയിലേക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വേറെ ആയത്തുകളൊക്കെ പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ ചരിത്ര സംഭവം കൂടി പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരിക്കലും ദീൻ അപൂർണമല്ല. ദീൻ എവിടെയും ഈ നിലക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ, ഇസ്ലാമിക ദാവത്തും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഇതിനൊരു കുഴപ്പവുമില്ല. ഭരണം ഏതായിരുന്നാലും ശരി, ഭരണം മുസ്ലിങ്ങളാകട്ടെ എന്താവട്ടെ, അത് ഒരു വിഷയമല്ല. ശരിക്കും മുസ്ലിം ഭരണാധികാരിനായി വെക്കുക, മഹാക്രമയാണെങ്കിൽ എന്താ ചെയ്യുക? അപ്പൊ അതുകൊണ്ട് ആ ഒരു വാദം അടിസ്ഥാനരഹിതമാണ് എന്ന് തെളിയിക്കുന്ന വളരെ വ്യക്തമായ ഒരു തെളിവാണെന്ത്? ജാഫർ ബിൻ അബി താലിബിന്റെ വരവ്. അതോടുകൂടെ തന്നെ ഒന്നുകൂടി ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബു സുഫിയാന്റെ മകൾ ഉമ്മു ഹബീബയെ വിവാഹം കഴിച്ചു. അതും ഹബ്ശിനിയിൽ വെച്ചിട്ടാണ്. ആളെ പറഞ്ഞയച്ചിട്ട് നജാഷിയാണ് പിന്നെ ഇടനിലക്കാരനായി നിന്ന് കാര്യങ്ങളൊക്കെ നടത്തിക്കൊടുത്ത്. അതും ഹബ്ശിനിയിലാണ്. പിന്നെ ആളെ പറഞ്ഞയച്ചിട്ട് ഇങ്ങോട്ട് ഉമ്മു ഹബീബ, നമ്മളൊക്കെ മാതാവായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ പെട്ട ഉമ്മു ഹബീബയെ വിവാഹം കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ സംഭവം എടുത്തു പറയുന്നത്. അത് പ്രത്യേകം ഓർക്കുക. ഹിജ്റ 7-ാം വർഷം, അതായത് ഖൈബർ യുദ്ധ സമയത്താണ് ജാഫർ ബിൻ അബി താലിബും കുടുംബവും അബിശീനിയയിൽ നിന്ന് മദീനയിൽ തിരിച്ചെത്തുന്നത് എന്ന് പ്രത്യേകമായി ഓർക്കുക. പിന്നെ സൂറത്തുൽ മുംതഹിനയിലെ ആയത്തൊക്കെ ഉണ്ട്, നിങ്ങൾ എങ്ങനെയാണ് അവരോട് ഇടപെടേണ്ടത് നോക്കുക. ആയത്തുകളൊക്കെ പറയുന്നുണ്ട്. കൂട്ടത്തിൽ ഈ കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ആയത്തിന്റെ അർത്ഥം ഇത് പറഞ്ഞല്ലോ, ഫഅജ്ജലലക്കും ഹാദിഹി, ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നു. അത് ഖൈബർ യുദ്ധത്തിലെ സ്വത്തുക്കൾ. വഖഫ ഐദിയന്നാസി അൻകും, ജനങ്ങളുടെ കൈകളെ നിങ്ങളിൽ നിന്ന് അവൻ തടഞ്ഞു നിർത്തുകയും ചെയ്തു. അത് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത്, ഒന്നാമത്തെ സംഗതി, ഹുദൈബിയയിൽ വെച്ച് ഒരു യുദ്ധം നടന്നിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? ഒരു വെറും വാളുമായിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോ മുശ്രിക്കീങ്ങൾ ഒന്നാകെ സംഘടിച്ചിട്ട് വന്ന് യുദ്ധം നടത്തുക എന്നത് അള്ളാഹു ഒഴിവാക്കി കൊടുത്തതാണ്. അവർക്ക് അങ്ങനെ ഒരു യുദ്ധം ചെയ്യണം തോന്നുകയായിരുന്നെങ്കിൽ എങ്ങനെയായാലും പ്രതിരോധിക്കേണ്ടി വരുമായിരുന്നു. അതൊന്ന്. 2, 1400 പടയാളികൾ മദീനയിൽ നിന്ന് ഉംറക്ക് വന്നിരിക്കുകയാണ്. അപ്പോ മദീനയെ സംരക്ഷിക്കാൻ പ്രത്യേകിച്ച് വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ, ഈ വരാത്ത ആൾക്കാർ മാത്രം. ആ സമയത്ത് അടുത്തുള്ള വല്ല ഗോത്രങ്ങളോ അതുപോലെ യഹൂദികൾ തന്നെയോ വല്ല അക്രമവും ചെയ്തിരുന്നെങ്കിൽ എന്താ ചെയ്യുക? അതും പടച്ചവൻ തടഞ്ഞതാണ്. അതാണ് കഫ ഐദിയന്നാസി.
ജനങ്ങളുടെ കൈകളെ നിങ്ങൾക്ക് അവൻ തടുത്തു തന്നു എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊക്കെയാണ്. അതുപോലെ ഖൈബറിലേക്ക് മുസ്ലിങ്ങൾ പടയെടുത്ത് പോയപ്പോ മദീനയുടെ പരിസരങ്ങളിലുള്ള യഹൂദികളുണ്ട്, മറ്റു ഗോത്രങ്ങളുണ്ട്. അവര് ഒന്നിച്ചു വല്ല യുദ്ധം ചെയ്യുകയാണെങ്കിൽ, മദീനയെ ആക്രമിക്കുകയാണെങ്കിൽ എന്താ ചെയ്യുക? അതും പടച്ചവൻ ഇങ്ങനെ തടഞ്ഞതിൽപ്പെട്ടതാണ് എന്ന അഭിപ്രായമുണ്ട്. എന്ന് മാത്രമല്ല, നമ്മള് ഖൈബറിലെ കോട്ടകളുടെ അവസ്ഥ നമ്മൾ ഇന്നലെ വിശദീകരിച്ചു. 50ഓളം കോട്ടകൾ. അവരെല്ലാവരും ഒരുമിച്ച് ഒന്നായിട്ട് ഒരാക്രമണം നടത്തായിരുന്നെങ്കിലോ അതും നടന്നില്ല. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. നല്ലൊരു ഘോര അവർക്ക് നല്ല ആയുധ സജ്ജീകരണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. നല്ല സജ്ജീകരണങ്ങളുണ്ട്. വാളും പല്ലിയും കുന്തങ്ങളും മറ്റു യുദ്ധോപകരണങ്ങൾ മുഴുവനുണ്ട്. നല്ല പടയാളികളുമുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി ഒന്നിച്ച് ഒന്ന് ഒരുങ്ങിയിരുന്നെങ്കിൽ മറ്റൊരു ചിത്രമായിരിക്കാം. അള്ളാഹു ആലം, നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോ ഇത്രയും ശത്രുക്കളെ തടഞ്ഞു നിർത്തി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുണ്ടായ വലിയ ഒരു അനുഗ്രഹമാണ് എന്ന് പറയുന്നു. പിന്നെ എന്താ പറയുന്നു? വലിതക്കുന ആയത്തൽ മുഅ്മിനീൻ. ഇങ്ങനെ ഇതൊക്കെ കിട്ടിയത് വലിയൊരു ആയത്ത് തന്നെയാണ്, ദൃഷ്ടാന്തം തന്നെയാണ്. വയഹ്ദിയക്കും സിറാത്തൻ മുസ്തഖീമ, നേരായ മാർഗത്തിലൂടെ നിങ്ങളെ അവൻ നയിക്കുകയും ചെയ്തു. അപ്പൊ അതൊക്കെ ഒന്നിനു പുറകെ ഒന്നായി ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് തന്നത്. അള്ളാഹുവിനെ മുൻനിർത്തി എല്ലാം ത്യജിക്കാൻ തയ്യാറായാൽ അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ തരും. അള്ളാഹുവിനെ മുൻനിർത്തി, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും മുൻനിർത്തി എല്ലാം നേരിടാൻ തയ്യാറായാൽ അതിനുള്ള പ്രതിഫലങ്ങൾ ഈ ലോകത്ത് തന്നെ അവൻ തരും എന്ന് കാണിക്കാനാണ് എന്ന് മുഫസ്സിറുകൾ വളരെ വിശദമായി എഴുതിയിട്ടുണ്ട്. അതാണ് ഈ ആയത്തിന്റെ അർത്ഥം എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളായ മുസ്ലിങ്ങളെ എല്ലാ കാലത്തും അങ്ങനെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഇനിയും സഹായിക്കട്ടെ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കുഴപ്പങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങളെ സഹായിക്കട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.